ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ നല്ല മഴ കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? മഴ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എല്ലാവരും. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. ഇതാ 3 ഏത്തക്കായ, ഇത് കുറച്ച് അരിപ്പൊടി, ഇത് മൈദപ്പൊടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള 3 ഏത്തക്കായാണ് കേട്ടോ എടുത്ത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തൊലിയൊക്കെ കറുത്തിരിക്കുന്നു. പക്ഷെ കേടായിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അങ്ങനെ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം എല്ലാം പൊളിച്ചെടുക്കാം. നമുക്ക് 3 പൊളിച്ചെടുക്കാം ആദ്യം തന്നെ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്താ വൈകുന്നേരം വീട്ടിലൊക്കെ പരിപാടി? എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇത് 3 പഴവും ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ പകുതി മുറിച്ചു. നമ്മൾ ചെറിയ ചട്ടിയിലായിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ചെറുതാകുമ്പോൾ കുറേ ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അങ്ങനെ അത് വീണ്ടും 3 കഷ്ണങ്ങളാക്കിയിട്ട് ആക്കി. അങ്ങനെ എല്ലാ പഴവും ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് നമുക്ക് 6 പഴംപൊരി കിട്ടും. അങ്ങനെതാ എല്ലാം ചെറുതാക്കി എടുത്ത് എല്ലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബാറ്റർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു, കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇടണം നിർബന്ധമൊന്നുമില്ല. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് പൊടി കട്ട കുത്തിയിട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ദോശയ്ക്ക് എടുക്കുന്ന ഒരു പരുവല്ലേ, ആ പരുവത്തിലാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പച്ചവെള്ളം ഒഴിച്ചാട്ടോ മിക്സ് ചെയ്യുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പൂടെ ഇടാം. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഒരു തുള്ളി ഉപ്പ്. അപ്പോൾ ഇതാ ഈ ഒരു ഇതിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ലൂസായി പോയിന്ന്, കുറച്ചുകൂടി കട്ടി വേണം തോന്നുന്നു. ഇനി നമുക്കൊരു ചട്ടി എടുത്ത്, ചീഞ്ചട്ടിയാണ്, ഇരുമ്പിൻ ചട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ മുട്ടായിത്തെരുവിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ചട്ടിയാട്ടോ, പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഇത് സാധാരണ ഞങ്ങൾ വെള്ളപ്പം ചുടാനാണ് ഉപയോഗിക്കാറ്. ഇന്നാണ് കേട്ടോ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണേ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് പഴം ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഇടാം. സ്പൂണിലാകുമ്പോൾ കയ്യിലേക്ക് തെറിക്കുന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അല്ല, സ്പൂൺ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്, കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ. ഇതിലെന്തോ ഒരു പ്രശ്നം, ചെറിയൊരു റോസ് കളർ വന്നു. അതെന്തായിരിക്കും അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഇതിൽ നമ്മൾ പഴംപൊരി ഇതിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ തെറിക്കുന്ന മാവില്ലേ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല ടേസ്റ്റാണ്. പഴംപൊരിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് അതാണ്. അങ്ങനെ ചെറിയ ചെറിയ മണിമണിയായിട്ട് കിടക്കുന്നില്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സൈഡിൽ ഇട്ടണത് അത് ഡ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതേപോലെ ഇനി നമുക്ക് ഇതിനുള്ള എല്ലാം പഴംപൊരിയാക്കിയിട്ട് എടുക്കാം.
വലിയ ഷേപ്പൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ, ആർക്കും കൊടുക്കാനൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ 3 പഴത്തിൻ്റെതും പഴംപൊരി ആയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മാവ് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു പഴം കൂടെ എടുത്തു കേട്ടോ. അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ ബാക്കിയുള്ള കുറച്ച് മാവ് കേട്ടോ, അത് അവസാനത്തെ മാവ് ഇതാ ഞാനിങ്ങനെ കുഞ്ഞതായിട്ടുള്ള നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി എനിക്കിത് ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുണ്ടല്ലേ, കുറച്ച് ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മളൊരു 10 മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ നമുക്ക് ഇത്രയും പഴംപൊരി ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.